ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് എടുക്കാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ആണ്. നമ്മൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ആഫ്റ്റർ ഓൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്താണ് വേണ്ടത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ആകെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കുറെ ചാർജ് എനിക്ക് തരും. ഒരിക്കൽ ചാർജ് തന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കുറെ ചാർജുകൾ എനിക്ക് തരികയാണ്. ഈ ചാർജുകൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം. ഇത് കാരണം ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കുറെ എക്സാമ്പിൾ ചെയ്തു. നമ്മൾ ചാർജ് ഡിസ്കിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ഒരു ലൈനിന്റെ മുകളിൽ ചാർജ് വെച്ച ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. അങ്ങനെ കുറെ കണ്ടു. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ചില സിറ്റുവേഷൻസ് ആണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ചില സമയത്ത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ ഫംഗ്ഷൻസ് ഇന്റഗ്രബിൾ അല്ല. അപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഒരു സിറ്റുവേഷൻ. അതൊക്കെ നമുക്ക് ചില അത്തരം സിറ്റുവേഷൻ നമുക്ക് ഗോസസ് ലോ വെച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇലക്ട്രിക് ഫീൽഡ്. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു സ്ഫിയർ ഉണ്ട്. സ്ഫിയറിന്റെ ഉള്ളിൽ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അതായത് ഒരേപോലെയാണ് ഇതിനകത്ത് ചാർജ് ഡിസ്ട്രിബ്യൂട്ടർ. ടോട്ടൽ ചാർജ് Q ആണ്. അത് ഇതിനകത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഒരു ഡിസ്റ്റൻസ് ആറിലുള്ള ഇതിന്റെ സെന്ററിൽ നിന്നും ഒരു പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആണ് 6. ഈ പോയിന്റില് ഈ സ്ഫിയർ കാരണമുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ഫിയർ മൊത്തം ചാർജുകളുണ്ട്, കുറേശ്ശെ ചാർജുകളുണ്ട്. അതിന്റെ മൊത്തം ടോട്ടലാണ് Q. പക്ഷെ ഈ ചാർജുകളൊക്കെ ഡിഫറെന്റ് ഡിസ്റ്റൻസിലാണ്. അപ്പൊ എനിക്ക് ഇവിടെ ചെറിയ ചാർജ് ഉണ്ടാവും. ആ ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിലുള്ള ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഒക്കെ ചാർജിലുണ്ട്. ആ ചാർജൊക്കെ കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 1/4πε0 Q/r² കോളംസ് ലോ വെച്ചിട്ട് എല്ലാത്തിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എല്ലാം കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ പലതും പല ഡിസ്റ്റൻസിലാണ്, പല ആംഗിളിലായിരിക്കും. ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്, പല ആംഗിളിലായിരിക്കും. സോ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും അല്ലെ? ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനെ നമുക്ക് ഗോസസ് ലോ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഗോസസ് ലോ ഉപയോഗിക്കാൻ പറ്റില്ല. ഗോസസ് ലോ നമുക്ക് വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വളരെ റെസ്ട്രിക്റ്റഡ് ആയ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിലപ്പം ആ കണ്ടീഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഗോസസ് ലോ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഗോസസ് ലോ വെച്ച് ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാൻ. അപ്പൊ ഇതിൽ ഗ്രിഫിത്ത് തന്നെ പറയുന്നുണ്ട്, ഗോസസ് ലോ വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഏകദേശം 3 തരം സിമെട്രിയിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റൂ. അതായത് ഒന്നാണ് സ്ഫിരിക്കൽ സിമെട്രി വേണം, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സിമെട്രി വേണം, അല്ലെങ്കിൽ പിന്നെ വേണ്ടത് പ്ലെയിൻ സിമെട്രിയാണ്. ഇത്തരം 3 സിമെട്രികൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രോബ്ലം നമുക്ക് എങ്ങനെ ഗോസസ് ലോ വെച്ച് ചെയ്യാൻ നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിലെ ടോട്ടൽ ചാർജ് Q ആണ്. ഈ Q യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെയാണ്. എല്ലായിടത്തും ഒരേ അളവിലാണ് Q എടുക്കുന്നത്. ഒരു സ്ഥലത്ത് കൂടുതൽ, ഒരു സ്ഥലത്ത് കുറവൊന്നുമില്ല. എല്ലായിടത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. Q is uniformly distributed. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന്റെ സെന്ററിൽ നിന്നും R ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാം. അപ്പൊ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു സർഫസ്, അവിടെ ഒരു സർഫസ് നിങ്ങൾ വരയ്ക്കുക. അതിനാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയുക. ശരിക്കും അവിടെ അങ്ങനെ ഒരു സർഫസ് ഇല്ല. പക്ഷെ അവിടെ അങ്ങനെ ഒരു സർഫസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു സർഫസ് ഇല്ല. സർഫസ് വരച്ചാൽ പ്രോബ്ലം സിമ്പിൾ ആവുമെങ്കിൽ ഒരു സർഫസ് വരച്ചൂടെ? അതിനാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയുക. അതാണ് ഗോഷ്യൻ സർഫസ്. ഓക്കെ, ഇതാണ് ഗോഷ്യൻ സർഫസ്. അപ്പോ ഈ ഗോഷ്യൻ സർഫസിലൂടെ ഈ വരച്ച സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണും? ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്ന ഫോർമുല എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് D ആണ്.
ഈ ടി ആണ്. ഇതാണ് ഇതിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അത് എത്രയാണ് എനിക്ക് ഓൾറെഡി അറിയാം. അതാണ് Q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇതിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് അറിയാം. Q ആണ്. Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. പക്ഷെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് ഇ എന്ന് പറഞ്ഞാൽ എന്റെ ഗോഷ്യൻ സർഫസിലുള്ള ഇതിലൂടെയുള്ള ഫ്ലക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഓരോ പോയിന്റുള്ള ഇ, ഇതിൽ ഓരോ പോയിന്റുള്ള ഇ ഡി എന്ന് പറഞ്ഞാൽ അതിലെടുക്കുന്ന ആ ഒരു സർഫസ് ഏരിയ, ഈ ഇയും ഡി എയും കൂടി ഡോട്ട് ചെയ്ത് എല്ലാം കൂടി ഈ ക്ലോസ് ഇന്റഗ്രലിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഫ്ലക്സ് കിട്ടുക. അപ്പൊ ഇതൊരു സ്ഫിയർ ആണ്. ഈ ഗോഷ്യൻ സർഫസും ഒരു സ്ഫിയർ ആണ്. ഒരു സർക്കിൾ പോലെ തോന്നുമെങ്കിലും ഇതൊരു സ്ഫിയർ ആണ് ശരിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്. അപ്പോ നോക്കുക, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗോഷ്യൻ സർഫസിന്റെ ആ സർഫസും ഭരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇത് ഇ ആണെന്നുണ്ടെങ്കിൽ ഇതും ഇ ആയിരിക്കും, ഇതും ഇ ആയിരിക്കും. എന്തുകൊണ്ട്? ഇവിടെ റോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് റോ ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതിനെ ഒരേ ഡിസ്റ്റൻസിലാണ്, ഈ നിൽക്കുന്ന എല്ലാ പോയിന്റും ഈ സ്ഫിയറിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടും. നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഒരു സ്പീക്കർ ഉണ്ട്, ഒരു സ്പീക്കർ റൂമിന്റെ സെന്ററിൽ വെച്ചു, നിങ്ങൾ അതിന് ചുറ്റോറും വട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സൗണ്ടിലാണ് കേൾക്കുക. ഒരേ ഇതിലാണ് സൗണ്ട് കേൾക്കുക. എന്താ പറയാ, ഒരേ ആംപ്ലിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഒരേ ഇന്റൻസിറ്റിയിലാണ് സൗണ്ട് കേൾക്കുക, അല്ലെ? പക്ഷെ സ്പീക്കർ സെന്ററിലായിരിക്കണം. സ്പീക്കർ ഒരു സൈഡിലോട്ട് ആയിരുന്നുണ്ടെങ്കിൽ ഇയാൾക്കാണ് സൗണ്ട് കൂടുതൽ കേൾക്കുക, അല്ലെ? അതുപോലെ ചാർജ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ആണോ? ചാർജ് ഈ സൈഡിൽ കൂടുതലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ വരിക, അല്ലെ? ഡിസ്റ്റൻസിനെയാണ് ചാർജ് ഡിപ്പെൻഡ് ചെയ്യുക. ഇവിടെ ഈ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. എനിക്ക് മനസ്സിലായി, ഈ ഗോഷ്യൻ സർഫസിന്റെ എല്ലാ പോയിന്റിലുള്ള ഈ കോൺസ്റ്റന്റ് ആയിരിക്കും, ഈ സെയിം ആയിരിക്കും. എനിക്ക് മനസ്സിലായി. ഈയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷൻ എന്താ? എപ്പോഴും റേഡിയലി ഔട്ട്വേർഡാണ്, എനിക്കറിയാം. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗോഷ്യൻ സർഫസ് അതൊരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിന്റെ ഏരിയ ഡി എ സ്ഫിയറിന്റെ ഒരു സ്ഫിയർ വരച്ചാൽ അതിന്റെ ഡി എങ്ങോട്ടായിരിക്കും? അതും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു സർഫസ് ഏരിയൽ വെക്ടറിന്റെ ഡയറക്ഷൻ എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പൊ ഇയും റേഡിയലി ഔട്ട്വേർഡ് ആണ്, ഡി എയും റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇ ഡോട്ട് ഡി എ, ഇ ഡയറക്ഷനും ഡി എ ഡയറക്ഷനും സെയിം ആണ്. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇ ഡി എ കോ 0, അതായത് ഇ ഡി എ തന്നെ വരും, അല്ലെ? ഡിയുടെ ഡി ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് തീറ്റ എന്താണ്? 0 ആണ്. അപ്പൊ തമ്മിലുള്ള ആംഗിൾ കോസ് തീറ്റ വേണം. കോസ് 0 ആണ്, തീറ്റ 0 ആണ്. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? ഡോട്ട് കളയാം. ക്ലോസ് ഇന്റഗ്രൽ ഇ ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, ഈ സർഫസിൽ എല്ലായിടത്തും സെയിം ആണ്. നമ്മളൊരു സാധനത്തില് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം കോൺസ്റ്റന്റ് ആണ്, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ഇത് മാറുന്നില്ല, എല്ലാ പോയിന്റിലും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ എനിക്ക് ഇതിനെ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ പിന്നെ പുറത്തേക്ക് എടുക്കാം. ഈ ഇന്റഗ്രൽ ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അതായത് ആർ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആർ ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? ഈ ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ ഡി ആണ് കാണുന്നത്. അത് എത്രയായിരിക്കും? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പൊ എനിക്ക് എന്താ എഴുതാം? ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. അങ്ങനെയാണ് ഇ എന്തായിരിക്കും? ഇ ഈക്വൽ ടു ക്യൂ ബൈ 4πr² എപ്സിലോൺ നോട്ട്. ഇതാണ് ഡയറക്ഷൻ കൊണ്ടായിരിക്കും എനിക്കറിയാം. ഈ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഇതില് ഈ എനിക്ക് എന്തുകൊണ്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റിയ? ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. എന്തുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ആയി? റോ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഈ തോന്നിയത്. പിന്നെ ഇവിടെ തീറ്റയുടെ കമ്പോണന്റ് വന്നില്ല. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം, പക്ഷെ തീറ്റയുടെ കമ്പോണന്റ് വന്നില്ല. കാരണം ഇയുടെയും ഡിയുടെയും ഡയറക്ഷൻ സെയിം ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും എപ്പോഴും ഒബേ ചെയ്യണമെന്നില്ല. ഒബേ ചെയ്യണം പറ്റിയത് കൊണ്ടാണ് എനിക്കിവിടെ ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ അല്ലേ? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഗോസ്സ് ലോ ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ഈ ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അതിന് എൻഡില്ല. എൻഡ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഫിനിറ്റ് അല്ല. ഉദാഹരണത്തിന് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ്. ഇവിടെ ഞാൻ 3 പോയിന്റ് ഇട്ടു, എ ബി സി. ഇതിൽ ഏത്
ഇതാണ് ഈ വയറിന്റെ സെന്റർ. ഈ വയറിന്റെ സെന്റർ ഏത് പോയിന്റ് ആണ് നമ്മുടെ ഇൻഫിനിറ്റി ലോങ് വയറിന്റെ സെന്റർ ഏതാണ്? അപ്പൊ നിങ്ങൾ പറയാ, അപ്പൊ ഞാൻ ഒന്നുകൂടി നോക്കാം. എ ആണെന്ന് വിചാരിക്കാം, എ സെന്റർ ആണെന്ന് നോക്കാം. അപ്പൊ എയിൽ നിന്ന് ഒരാൾ നോക്കുകയാണ്. എയിൽ നിന്ന് ഒരാൾ മുകളിലേക്ക് നോക്കുന്നു, താഴത്തേക്ക് നോക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് എൻഡ് കാണാൻ പറ്റില്ല, ഈ എൻഡ് കാണാൻ പറ്റില്ല, കാരണം ഇൻഫിനിറ്റി ലോങ് ആണ്. അടിയിലേക്ക് നോക്കുന്നു, ഈ എൻഡ് കാണാൻ പറ്റില്ല, കാരണം ഇൻഫിനിറ്റി ലോങ് ആണ്. അല്ലെ, ഇൻഫിനിറ്റി ലോങ് ഓൾറെഡി നമുക്ക് ഗിവൺ ആണ്. അപ്പൊ ഇയാൾക്കും ഇൻഫിനിറ്റി ലോങ് ആണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ അയാൾക്ക് രണ്ട് സൈഡും ഒരുപോലെയാണ്, രണ്ട് സൈഡിലും എൻഡ് കാണില്ല, കാരണം ഇൻഫിനിറ്റി ലോങ് ആണ്. ബിയിൽ ഒരാൾ നിൽക്കുന്നു, അയാൾ നോക്കുന്നു, മുകളിലേക്ക് നോക്കുന്നു, താഴത്തേക്ക് നോക്കുന്നു, അയാൾക്ക് രണ്ടിനെയും എൻഡ് കാണാൻ പറ്റില്ല. അപ്പൊ രണ്ട് സൈഡും നോക്കുന്ന അയാൾക്ക് ഒരുപോലെയാണ്, ഒരന്തമില്ല. സിയിൽ നിൽക്കുമ്പോഴും അയാൾക്ക് രണ്ട് മുകളിലേക്ക് നോക്കാം, താഴത്തേക്ക് നോക്കാം. ഇൻഫിനിറ്റി ലോങ് ആയതുകൊണ്ട് എൻഡ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു ഇൻഫിനിറ്റി ലോങ് വയറിന്റെ ഏത് പോയിന്റിൽ നോക്കിയാലും രണ്ട് എൻഡും കാണാൻ പറ്റില്ല, രണ്ട് സൈഡും ഒരുപോലെ തോന്നാം. അതായത് ഒരു ഇൻഫിനിറ്റി ലോങ് വയറിന്റെ എല്ലാ പോയിന്റും സെന്റർ ആണ്, അല്ലെ, എല്ലാ പോയിന്റും സെന്റർ ആണ്. അപ്പോൾ അതാണ് ഇൻഫിനിറ്റി ലോങ് വയറിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി ലോങ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, നമുക്ക് വരയ്ക്കാനൊന്നും പറ്റില്ല, രണ്ടര എൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എൻഡ് ചെയ്യാതെ എനിക്കിത് വരയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് അത് മനസ്സിൽ വേണം. ഇതിന്റെ റിസൾട്ട് പറയുമ്പോൾ ആ കാര്യം വളരെയധികം മനസ്സിൽ വേണം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് ആണ്. ഇതില് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ചാർജ് ഡെൻസിറ്റി സിഗ്മ ഉള്ള ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് ആണ്. അപ്പോ ഇതിങ്ങനെ പോവാണ്. അപ്പൊ ഞാൻ ഇതിലൊരു സിലിണ്ടർ, ഒരു ഗോഷ്യൻ സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഏരിയ, ഒരു സിലിണ്ടറിനുള്ളിലാണ് വരുന്നത്. ഇത്രയും ചാർജ് ഈ സിലിണ്ടറിനുള്ളിലാണ് വരുന്നത്. നമുക്ക് ഇതിപ്പോ ഇതാണ് എന്റെ പ്ലെയിൻ ഷീറ്റ് എങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സിലിണ്ടർ വയ്ക്കുന്നു. സിലിണ്ടറിന്റെ ഇവിടെയും ബാക്കി പകുതി ഇവിടെയും. അതാണ് കണ്ടീഷൻ, അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിലൂടെയുള്ള ഫ്ലക്സ് എന്താണ്? ഇത് സിഗ്മയാണ്. സിഗ്മയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇവിടെ നിന്നാണെങ്കിൽ ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി ഇതാണ് ഏരിയ. ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഈ ഏരിയ ഡയറക്ഷനും റേഡിയൽ സിലിണ്ടർ ആണല്ലേ. സിലിണ്ടറിന് ഏതൊക്കെ ഏരിയ ഉണ്ട്? രണ്ട് ബേസ് ഏരിയ ഉണ്ട്, ഒരു കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ രണ്ട് സർഫസ് ഏരിയ ഡയറക്ഷനും ഡയറക്ട്ലി ഔട്ട്വേർഡ് ആണ്. ഈ ഏരിയ എ ആണെങ്കിൽ ഈ ഏരിയയും എ ആണ്, കാരണം സിലിണ്ടർ ആണ്. ഈ ഏരിയയും എ ആണ്. ഓക്കെ അല്ലേ? ഇനി കേർവ്ഡ് സർഫസ് ഏരിയ, സിലിണ്ടറിന്റെ കേർവ്ഡിലുള്ള ഏരിയ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. പക്ഷെ അതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പോകുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി ഔട്ട്വേർഡ് ആണ് പോകുന്നത്. അപ്പൊ ഇത് കൂടെ ഫ്ലക്സ് എതിരായിരിക്കും. ഫ്ലക്സ് എങ്ങനെയാണ്? ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇവിടെ എത്ര ക്യൂ ആണുള്ളത്? ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ ഇൻറ്റു ഏരിയ ചെയ്താൽ എനിക്ക് ക്യൂ കിട്ടും, ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. അതാണ് ചാർജ് എൻക്ലോസ് ബൈ ഈ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഇതാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലുള്ള ചാർജ് ആണ്, ബാക്കിയൊന്നും സിലിണ്ടറിനുള്ളിലില്ല. അപ്പൊ സിഗ്മ ഇൻറ്റു എ ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് ഈ സിലിണ്ടർ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. ഇ ഡോട്ട് ഡി എ ഈ സിലിണ്ടറിലൂടെയുള്ള ഫ്ലക്സ് ആണ്. അപ്പോൾ സിലിണ്ടറിലുള്ള ഫ്ലക്സ് നോക്കുകയാണെങ്കിൽ 3 സർഫസ് ആണ് സിലിണ്ടറിനുള്ളത്. ടോട്ടൽ ഫ്ലക്സ് ആണ് സിലിണ്ടറിലൂടെ കാണണ്ടേ. അപ്പൊ 3 ഏരിയകൾ നമ്മൾ നോക്കണം. 3 ഏരിയ ഏതൊക്കെയാ? ഒന്ന് ഈ രണ്ട് ബേസ് ഏരിയ, പിന്നെ ഒന്ന് കർവ്ഡ് സർഫസ് ഏരിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഏരിയ ആണ്. ഈ ഏരിയ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, അതിനായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇതിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ഇ ഡോട്ട് എ വരും ഇവിടത്തെ ഫ്ലക്സ് ഇ ഡോട്ട് എ. അപ്പോൾ ഈ ക്ലോസ് ഇ ഡോട്ട് എ 3 പീസായി. ഫസ്റ്റത്തെ ഇ ഡോട്ട് എ ഇത് ബേസ് ഏരിയ ആണ്, ഒരു ഫ്ലക്സ്. അടുത്ത ഫ്ലക്സ് പ്ലസ് ഇ ഡോട്ട് എ. പിന്നുള്ള കേർവ്ഡ് സർഫസ് ആണ്. നിങ്ങൾ കേർവ്ഡ് സർഫസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കേർവ്ഡ് സർഫസിലെ ഒരു റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഡയറക്ട്ലി ഔട്ട്വേർഡ് ആണ്, അല്ലെ? അപ്പൊ ഇതാണ് എന്റെ സിലിണ്ടർ. ഇത് ഞാൻ എടുത്തു. ഇതിന്റെ ഏരിയ എ, ഇതിന്റെ ഏരിയ എ. ഓക്കെ, ഇതിന്റെ പ്ലേറ്റ് ഇരിക്കുന്ന എവിടെയാണ്?
അപ്പോ ഇതാണ് എനിക്ക് ഇ ഡോട്ട് എ, ഇതാണ് ഇ ഡോട്ട് എ. ഇനി ഒരു സർഫസും കൂടി ഉണ്ട്, അത് കേർവ്ഡ് സർഫസ് ആണ്. കേർവ്ഡ് സർഫസിന്റെ അങ്ങനെ കേർവ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നമുക്കറിയാം. അത് ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും. അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും. ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും ഏരിയ വരിക. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാണ് പോകുന്നത്. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് അത് വരില്ല, cos 90 ആയിട്ട് അത് പോകും. ബാക്കി കിട്ടുക ഇ ഡോട്ട് എ പ്ലസ് ഇ ഡോട്ട് എ. അടുത്തത് കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് 0 ആയിട്ട് കിട്ടും. പ്ലസ് 0 ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ നോട്ട്. അപ്പോ ഇ ഡോട്ട് എ ഇയുടെ ഡയറക്ഷനും എ ഡയറക്ഷനും സെയിം ആണ് അല്ലെ? ഇയും ഈ ഡയറക്ഷനിലാണ്, എയും ഡയറക്ഷനിലാണ്. അപ്പൊ ഇ ഡോട്ട് എ കോസ് തീറ്റ 0 ആണ്. അപ്പൊ ഇതൊക്കെ എന്തായി? ഇ എ പ്ലസ് ഇ എയും കൂടിയ 2 ഇ എ ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ നോട്ട്. എനിക്ക് ഈ എയും ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഇ ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഡയറക്ഷൻ ഉണ്ടായിരിക്കും, റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. എൻ ക്യാപ് ഡയറക്ഷൻ കൊടുക്കുന്നു, റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഇതിന്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കി മനസ്സിലാവും. ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഒരു പോയിന്റ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിച്ചു. ഇ ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് Q ബൈ R സ്ക്വയർ അറൗണ്ട് R ക്യാപ്. പറയുന്നത് ഒരു പോയിന്റ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അതായത് ഞാൻ ഡിസ്റ്റൻസ് പല ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നതായിട്ട് എനിക്ക് കാണാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക. ഇത് ഇവിടെ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതാണ് ഈ പറയുന്നത് ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. പക്ഷേ ഞാൻ ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് എടുത്തപ്പോ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഇത്ര കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. അപ്പോ എന്റെ ഒരു ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ് ചാർജിന്റെ ഒരു ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. അത് ഒരു ഇൻഫിനിറ്റ്ലി പ്ലേറ്റ് ആണ്, ഇതൊരു പ്ലേറ്റ് ആണ് വിചാരിക്കുക, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോ ഇതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ഔട്ട്വേർഡ്സ്. ഇവിടെയുള്ള വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഇവിടെയുള്ള വാല്യൂ എത്ര ആയിരിക്കും? ഇതും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡസന്റ് ഡിപ്പെൻഡ് അപ്പോൺ ഡിസ്റ്റൻസ്. ബാക്കിയുള്ള നമ്മൾ ഏതൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടാലും അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ മാത്രം നമ്മുടെ ഡിസ്കിന്റെ കണ്ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ ഓൾ റേസ് ടു 3/2 അല്ലെ, അങ്ങനെയൊക്കെയാ വന്നത്. അപ്പൊ അതൊക്കെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഇനി ചന്ദ്രനിൽ പോയി നിന്നാലും അവിടെയും ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. കാരണം ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇതിന് എൻഡുകളില്ലാത്ത പ്ലെയിൻ ഷീറ്റ് ആണ്. റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഡസന്റ് ഡിപ്പെൻഡ് അപ്പോൺ ഡിസ്റ്റൻസ് അല്ലെ. അപ്പോൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പൊ എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഒക്കെ പുറത്തേക്ക് ഉണ്ടാവും. എല്ലാതിന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഇവിടെ നിന്നാണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്. എല്ലായിടത്തും സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എടുക്കുക. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, ഇതിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്,
അപ്പൊ രണ്ടും ഈക്വൽ ചാർജ് ഡെൻസിറ്റി ആണ്, ഓപ്പോസിറ്റ് ആണ് ചാർജുകൾ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ 3 റീജിയൻ ഉണ്ട്. ഈ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കാരണം എന്റെ ചുറ്റുമുള്ള സ്പേസിനെ ഞാൻ 3 കഷ്ണങ്ങളാക്കി. ഇത് 1, ഇത് 2, ഇത് 3. എല്ലായിടത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഈ സാധനം സെക്കൻഡ് പ്ലേറ്റ് അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. സെക്കൻഡ് പ്ലേറ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. എല്ലാറ്റിന്റെയും വാല്യൂ σ/2 എപ്സിലോൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ ഇതിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റീജിയനിൽ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റില് ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും, കാരണം അത് പോസിറ്റീവ് ആണ്. സെക്കൻഡിലും ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും അല്ലെ? ഇതൊക്കെ വാല്യൂ σ/2 എപ്സിലോൺ ആണ്. ഇവിടെയും ഡയറക്ട്ലി ഔട്ട്വേർഡ് ആയിരിക്കും, കാരണം ഈ സാധനം ഇവിടെ ഇല്ല, ഈ ചിത്രമാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ വാല്യൂ ഡയറക്ട്ലി ഔട്ട്വേർഡ്. ഇതാണ് ഫസ്റ്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഷീറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ ഷീറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇയാൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഇയാളുടെ ചാർജ് നെഗറ്റീവ് ആണ്, അപ്പൊ ഡയറക്ട്ലി ഇൻവേർഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു σ/2 എപ്സിലോൺ നോട്ട് along n cap. ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി, ഇവിടെ ചാർജ് ഡെൻസിറ്റി -σ ആണ്, -σ/2 എപ്സിലോൺ നോട്ട് n cap അല്ലെ? അപ്പൊ -n cap ഡയറക്ഷനിലായിരിക്കും, ഉള്ളിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് ഷീറ്റ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും, σ/2 എപ്സിലോൺ നോട്ട് തന്നെയാണ്. ഇവിടെ നിന്നും ഇൻവേർഡ് ആയിരിക്കും, σ/2 എപ്സിലോൺ നോട്ട് ഇൻവേർഡ്. ഇവിടെ നിന്നും σ/2 എപ്സിലോൺ നോട്ട് ഇൻവേർഡ് ആയിരിക്കും. ഇപ്പൊ ആദ്യം ഞാൻ ഈ പ്ലേറ്റ് വെച്ചിട്ട് നോക്കി, ഇത് ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. പിന്നെ ഇത് ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. ഇപ്പൊ ഇനി നമുക്ക് രണ്ടുമുള്ള കണ്ടീഷൻ നോക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടി. ഇനി നമ്മൾ എല്ലാം കൂടി നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഫസ്റ്റ് സൈഡില് ഈ ഫസ്റ്റ് പ്ലേറ്റ് കാരണം പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ വാല്യൂ σ/2 എപ്സിലോൺ നോട്ട്. ഇനി ഈ സെക്കൻഡ് ഷീറ്റ് കാരണം ഒന്നും എഴുതിയുള്ള ഈ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലോട്ടുണ്ട്, അതാണ് -σ/2 എപ്സിലോൺ നോട്ട്. അപ്പോ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. രണ്ടും കൂടി എഴുതി കഴിഞ്ഞാൽ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് -σ/2 എപ്സിലോൺ നോട്ട് ആണ്, ഇത് σ/2 എപ്സിലോൺ നോട്ട് ആണ്. രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും, അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് പോകും. അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്, രണ്ടും ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ എത്രയാണ്? ഇവിടെ ഇങ്ങോട്ടുള്ള ഫീൽഡ് σ/2 എപ്സിലോൺ നോട്ട്, ഇതും σ/2 എപ്സിലോൺ നോട്ട്, സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ആവും. രണ്ടും കൂടി ആഡ് ആയി കഴിഞ്ഞാൽ σ/2 എപ്സിലോൺ നോട്ട് പ്ലസ് σ/2 എപ്സിലോൺ നോട്ട്. സെന്ററിലുള്ള ഫീൽഡ് σ/2 എപ്സിലോൺ നോട്ട് പ്ലസ് σ/2 എപ്സിലോൺ നോട്ട്, അതായത് 2σ/2 എപ്സിലോൺ നോട്ട്. രണ്ടും വെട്ടിപ്പോയി, σ/എപ്സിലോൺ നോട്ട്. അപ്പൊ ഇവിടെ ഉള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/എപ്സിലോൺ നോട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ചെയ്തത് എന്താണ്? രണ്ട് ഇൻഫിനിറ്റ്ലി ലോങ് ഷീറ്റ് എടുത്തു, രണ്ടിനെയും ചാർജ് ഓപ്പോസിറ്റ്ലി ചാർജിലാണ്, മാഗ്നിറ്റ്യൂഡ്ലി സെയിം ആണ് രണ്ടിനെയും ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഞാൻ ആ രണ്ട് ഷീറ്റ് കാരണം എന്റെ ചുറ്റോറുള്ള സ്പേസിനെ ഞാൻ 3 പീസസ് ആക്കി. ഫസ്റ്റ് പീസില് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് മനസ്സിലായി, തേർഡ് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, സെക്കൻഡ് ഫീൽഡിൽ മാത്രം ഇലക്ട്രിക് ഫീൽഡ് ഡബിൾ ആയി. അപ്പോൾ ഇത് ഷീറ്റിനെ മാത്രം പ്രത്യേകതയാണ്, കാരണം ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാറുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഭാഗം നോക്കാം. കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോ വിചാരിക്കുക, എന്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്. ഒരു ചാർജ് ഞാൻ ഇവിടെ വെച്ചു. ആ ചാർജ് വെച്ചാൽ ഒബ്വിയസ്ലി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഈക്വൽ ടു 1/4π എപ്സിലോൺ നോട്ട് Q/r² along r cap ആണ് അല്ലെ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോ ഞാനിവിടെ ചാർജ് വെച്ചു, ഇവിടെ ചുറ്റോറും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്,
എയിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഞാനൊന്ന് മൂവ് ചെയ്തു. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഞാനൊന്ന് മൂവ് ചെയ്തു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുകൊണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലൈൻ ഇന്റഗ്രൽ എത്രയായിരിക്കും ചോദ്യം. ലൈൻ ഇന്റഗ്രൽ എത്രയായിരിക്കും? അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇ. അതിന്റെ വാല്യൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇ, അതിന്റെ വാല്യൂ ആണ് ഇ ഈക്വൽ ടു 1/4πε0 q/r² r⁻. അപ്പൊ അങ്ങനെയായിരിക്കും ആ ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുകൊണ്ട് ഞാനൊരു ടെസ്റ്റ് ചാർജിനെ എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലൈൻ ഇന്റഗ്രൽ എന്തായിരിക്കും? ലൈൻ ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. ഇത് നമ്മള് മൂന്ന് തരം കോർഡിനേറ്റ് സിസ്റ്റം ആണ് സാധാരണഗതിയിലുള്ളത്. ഒന്ന് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്ന ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, പിന്നുള്ളതാണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, പിന്നുള്ളതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോ നമ്മള് ചാർജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചാർജുകളൊക്കെ ഡയറക്ഷൻ നോക്കുക ആർ ക്യാപ്, റേഡിയലി ഔട്ട്വേർഡ് ആണ്. അപ്പോ അത് റേഡിയലി ഔട്ട്വേർഡ്, ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. കണ്ടില്ലേ? അപ്പോ ഇതിനൊരു സിമെട്രി എന്ന് പറഞ്ഞാൽ സർക്കുലാർ ആണ് അല്ലെ. ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അല്ലെ. ഇതൊരു സർക്കുലാർ സിമെട്രിക് ആണ്. അപ്പോ ഇതൊരു 3 ഡയമെൻഷണൽ ആകുമ്പോൾ ഒരു സ്ഫിയർ ആവും. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ പഠിക്കാൻ നമ്മൾ സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ് എളുപ്പം. കാരണം ചാർജിന്റെ സിമെട്രിക്കൽ പ്രോപ്പർട്ടി, ചാർജിന്റെ പ്രോപ്പർട്ടി സ്ഫിരിക്കൽ ആണ്. അതുകൊണ്ട് നമ്മൾ സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നു. നമുക്കത് കാർട്ടീഷ്യൻ വെച്ചും ചെയ്യാം, പക്ഷെ എളുപ്പം സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി വെക്ടർ കാൽക്കുലസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അതിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രലിലാണ് ഫോർമുല ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഫ്രം എ ടു ബി ആണ്. ഇനി ഈ സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റിലാണ്. അപ്പൊ ഡി എല്ലും സ്ഫിരിക്കൽ പോളാർ കോർഡിനേറ്റിലായിരിക്കണം. അപ്പോ പക്ഷെ എനിക്ക് ആർ ക്യാപ് ഡയറക്ഷനിലുള്ള ഡി എൽ മാത്രം മതി. ഡി എൽ ആർ ക്യാപ് ഡയറക്ഷനിലുള്ളത് ഡി ആർ ആർ ക്യാപ് ആണ്. ഡോട്ട് ചെയ്യാനാണ്. അപ്പോ പിന്നെ കുറച്ച് തീറ്റ കമ്പോണന്റ് ഉണ്ടാവും, തീറ്റ ക്യാപ് ഉണ്ടാവും, പ്ലസ് ഒരു ഫൈ ക്യാപ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആർ ക്യാപ്പുമായിട്ട് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോട്ട് പ്ലസ് ജെ 0 ആവുന്ന പോലെ ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും ഡോട്ട് ചെയ്ത് 0 ആയിട്ട് പോകും. ആർ ക്യാപ്പും ഫൈ ക്യാപ്പും ഡോട്ട് ചെയ്ത് 0 ആയിട്ട് പോകും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആർ ക്യാപ് ഡയറക്ഷനിലെ ഡി എൽ മാത്രം മതി. അത് ഡി ആർ ആണ്. ഓക്കെ, അപ്പൊ ഒന്നും വേണ്ട. ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്യാപ് ഡയറക്ഷനിലെ മാത്രം മതി. ഇത് രണ്ട് ഡോട്ടായിട്ട് ഡോട്ട് ഡി ആർ വന്നോളൂ. അപ്പൊ ഈ ഡോട്ട് ഡി എൽ വന്നു. ഇതാണ് ഈ ഡോട്ട് ഡി എൽ. ഈ ഡോട്ട് ഡി എൽ ഒന്നും കൂടി ഇടുകയാണെങ്കിൽ എന്താണ് ഈ ഡോട്ട് ഡി എൽ? ഇന്റഗ്രൽ 1/4πε0 q/r² r cap ഡോട്ട് ഡി ആർ ആർ ക്യാപ്. ആർ ക്യാപ്പും ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 0 ആണ് ആംഗിൾ. അപ്പൊ ആർ ക്യാപ് ക്യാൻസൽ ചെയ്ത് അറിയാലോ 1 ആണ്. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടുക 1/4πε0 q/r² dr ഫ്രം എ ടു ബി. അപ്പോ ഇതില് ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ഡി ആർ വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ആറാണ് ഇവിടെ വാല്യൂയിങ് ക്വാണ്ടിറ്റി. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 6 ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അയാളൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താ വരിക? q/4πε0 a to b 1/r² dr. 1/r² dr ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/r ആണ്. അപ്പൊ എന്ത് വരും? q/4πε0 -1/r ഫ്രം a to b. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം?
Q by 4 pi epsilon naught. ആദ്യം ടോപ്പ് ഇന്റഗ്രൽ മൈനസ് ലോവർ ഇന്റഗ്രൽ. അപ്പൊ ടോപ്പ് ഇന്റഗ്രൽ എന്താ വരിക? മൈനസ് 1 ബൈ ബി മൈനസ് -1 ബൈ എ. ഇതല്ലേ ഈ മൈനസും മൈനസും കൂടിയിട്ട് ഇത് പ്ലസ് ആയിട്ട് പോകും. അപ്പൊ എന്ത് കിട്ടി? ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q by 4 pi epsilon naught 1 by a minus 1 by b. ഇതാണ് എന്റെ ലൈൻ ഇന്റഗ്രൽ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ചെയ്താൽ ഇത്രയാണ് കിട്ടും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നു, എയിൽ നിന്ന് ബിയിലോട്ട് നീങ്ങി അല്ലെ, ഇതാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്റെ ലൈൻ ഇന്റഗ്രലിൽ ഉത്തരം വരുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ്, ക്യൂ ഞാൻ എടുത്ത ചാർജ് ആണ്, അതൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്, എനിക്ക് അറിയാം. 4 പൈ എപ്സിലോൺ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്, അറിയാം. പിന്നുള്ളത് പിന്നെ കിട്ടുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ എൻ പോയിന്റ്സ്. ഞാൻ ചൂസ് ചെയ്ത പോയിന്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഏത് പാത്തിൽ പോയി എന്നുള്ളത് ലൈൻ ഇന്റഗ്രലിൽ കെയർ ചെയ്യുന്നില്ല. ഞാനിപ്പോ ഇങ്ങനെ എടുക്കുകയെന്ന് വിചാരിച്ചാലും, ഇതാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും ഇതാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും, ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ 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 ഇങ്ങനെയാണ് ബിയിലോട്ട് പോയത്, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ലൈൻ ഇന്റഗ്രൽ ശ്രദ്ധിക്കുന്നില്ല. ലൈൻ ഇന്റഗ്രൽ ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ, നമ്മൾ ചെയ്താൽ മനസ്സിലായ കാര്യമാണ്, എൻ പോയിന്റ്സ്. എൻ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഇറ്റ് ചൂസൺ. ഏത് പാത്തിലൂടെ പോയി എന്നുള്ള കാര്യം ലൈൻ ഇന്റഗ്രലിൽ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ലൈൻ ഇന്റഗ്രലിൽ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു റബ്ബർ ബാൻഡ് പോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യാം. എപ്പോഴും ലൈൻ ഇന്റഗ്രലിൽ എപ്പോഴും എൻ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇതാണ് ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ എൻ പോയിന്റ്സ്. എൻ പോയിന്റിനെ മാത്രമേ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രല് എൻ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിലുള്ള പാത്ത്, നേരത്തെ എ ബിയിലുള്ള പാത്താണ് എടുത്തത്, ഇതാണ് ഞാൻ എടുത്ത പാത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എന്തായി ക്ലോസ്ഡ് പാത്ത്? ക്ലോസ് ആവണം. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ക്ലോസ്, ഇതാണ് ഒരു ക്ലോസ്ഡ് പാത്ത്. അപ്പൊ ഞാൻ എടുത്ത പാത്ത് ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ? ഞാനിപ്പോ എ ആണെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തതെങ്കിൽ എന്റെ എൻ പോയിന്റും എ ആണ്. എയിൽ സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്യുന്ന അവിടെ തന്നെയാണ്, എയിൽ തന്നെയാണ്. അതാണ് ക്ലോസ് സർഫസിന്റെ പ്രത്യേകത. ഒരു ക്ലോസ് സർഫസ് എടുത്താൽ ഏതാണോ നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കുന്നത് അത് തന്നെ ആയിരിക്കും എൻ പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻ പോയിന്റും സെയിം ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ പോയിന്റ് ചെയ്യുന്നു. ഇതാണ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ തന്നെ പോയി എൻഡ് ചെയ്യുന്നു. അപ്പൊ ഒരു ക്ലോസ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് എൻ പോയിന്റ്. അപ്പൊ ഒരു ക്ലോസ് ലൂപ്പില് അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്ന എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എയിൽ എൻഡ് ചെയ്യുന്നു. ഇനി ബി ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ എൻഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, എൻ പോയിന്റും എ ആണ്. അങ്ങനെയാണ് ഈ എന്താ വരിക? ഡി എൽ 1 ബൈ എ മൈനസ് 1 ബൈ എ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻ പോയിന്റ് അല്ലെ? നേരത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മൈനസ് എൻ പോയിന്റ്. അതുപോലെ തന്നെ എന്താ കിട്ടുക? 0 ആണ്. പക്ഷെ ഇത് ആർക്കാണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പിനാണ്. അപ്പൊ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആണ്. അപ്പോ എനിക്ക് മനസ്സിലായി, ക്ലോസ് ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. നിങ്ങള് സ്റ്റോക്സ് ലോ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഒരു വെക്ടർ ഫീൽഡിലൂടെ ലൈൻ ഇന്റഗ്രൽ ചെയ്യാണെന്ന് വിചാരിക്കുക. ഏതാണ് എന്റെ വെക്ടർ ഫീൽഡിന്റെ പേര്? അപ്പൊ എ ഡോട്ട് ഡി എൽ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാം. അതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽ ക്രോസ് എ, ഏതാണോ നിങ്ങളുടെ വെക്ടർ ഫീൽഡ് അതിന് നിങ്ങൾ കേള് കാണാം, ഡോട്ട് ഡി എ ചെയ്താൽ മതി. രണ്ടിന്റെ ഉത്തരം സെയിം ആയിരിക്കും. അപ്പോ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുന്ന വെക്ടർ ഫീൽഡിൽ എടുക്കുക, അതിന്റെ കേള് കാണാം, ഡോട്ട് ഡി എ ചെയ്യാം ത്രൂ ദ സർഫസ്. അതിന്റെ വാല്യൂ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? സ്റ്റോക്സ് അക്കോർഡിംഗ് സ്റ്റോക്സ് ലോ ഇ ഡോട്ട് ഡി എൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു ക്ലോസ് ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എ. ഇത് ഏരിയ ആണ്, ഇത് ലൈൻ ആണ്. ലൈൻ ഇന്റഗ്രലിനെ ഏരിയൽ ഇന്റഗ്രൽ ആക്കുന്ന പരിപാടിയാണ് നമ്മൾ സ്റ്റോക്സ് ലോ എന്ന് പറയാം.
ഇപ്പൊ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി വന്നു. ഓക്കെ, ഇത് ഓൾറെഡി സീറോ ആണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് ഓൾറെഡി സീറോ ആണ്, അല്ലെങ്കിൽ സീറോ ആണ്. അപ്പൊ ഇതും സീറോ ആവണം. ഓക്കെ, ഇതും സീറോ ആവണം. ഇത് ഏരിയയാണ്. ഇതിപ്പോ ഇതൊരിക്കലും സീറോ ആവാൻ സാധ്യത. ഏരിയ എങ്ങനെ സീറോ ആവുക? ഏരിയ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് സീറോ ആവാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇത് സീറോ ആവണമെന്നുണ്ടെങ്കിൽ, ഇത് സീറോ ആണ്, ഇത് സീറോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സീറോ ആവണം. ഇത് സീറോ ആവണമെന്നുണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഇ സീറോ ആവണം. ഡെൽ ക്രോസ് ഇ, ഏരിയ സീറോ ആവാൻ പറ്റില്ല, ഡെൽ ക്രോസ് ഇ സീറോ ആവണം. അപ്പൊ കേൾ ഓഫ് എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. അപ്പൊ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ആദ്യം ഒരു പോയിന്റ് ചാർജ് എടുത്തു. ആ പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ലൈൻ ഇന്റഗ്രൽ കണ്ടു. അപ്പൊ അത് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ആയിരുന്നു. ഒരു ചാർജ് വെച്ചു. അപ്പൊ ആ ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ലൈൻ ഇന്റഗ്രൽ കണ്ടു. അപ്പൊ അത് ക്ലോസ്ഡ് സർഫസിന് സീറോ ആണെന്ന് മനസ്സിലായി. സീറോ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ഞാനത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോ കൊണ്ട് കണക്ട് ചെയ്യാൻ, അതാണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ വെച്ച് കണക്ട് ചെയ്തു. അപ്പൊ എനിക്ക് രണ്ടും ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി സീറോ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഇ സീറോ ആയിരിക്കണം. അപ്പോ ഞാനൊരു ചാർജ് കൊണ്ട് ഏത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാലും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ കേള് സീറോ ആയിരിക്കും. നമുക്ക് മനസ്സിലായത്, ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതില് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എപ്പോഴും, ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എപ്പോഴും സീറോ ആയിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഏതൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും, സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും ക്ലോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ സീറോ ആവണം. ഇത് സീറോ ആണെന്നുണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഇ സീറോ ആവണം അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ ഏതൊരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ കുറെ ഇലക്ട്രിക് ഫീൽഡ് തന്നു, ഒരു 5 ഇലക്ട്രിക് ഫീൽഡ് തന്നു. ഇത് 1, 2, അങ്ങനെ 5 ഇലക്ട്രിക് ഫീൽഡ് തന്നു. അതിന്റെ വെക്ടർ ഫീൽഡ് തന്നു. അപ്പോ ഈ 5ഉം കറക്റ്റ് ആണോ നിങ്ങൾക്ക് ഞാൻ നോക്കാൻ പറ്റും. അയാൾ നുണ പറയുകയാണെങ്കിലോ നിങ്ങൾ ഡെൽ ക്രോസ് ഇ കണ്ടാൽ മതി. ഡെൽ ക്രോസ് ഇ സീറോ ആയിരിക്കണം 5 എണ്ണത്തിന്റെ. അങ്ങനെയാണെങ്കിൽ അയാൾ പറഞ്ഞ 5ഉം കറക്റ്റ്, അങ്ങനത്തെ ഫീൽഡ് പോസിബിൾ ആണ്. ഡെൽ ക്രോസ് ഇ സീറോ കിട്ടുന്നില്ലെങ്കിൽ അത് ശരിക്കുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അല്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ആണോ? നിങ്ങൾക്ക് തോന്നിയ പോലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ പറയാണ് XI പ്ലസ് YJ എന്നും പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു ലിമിറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിന്റെ കേൾ എപ്പോഴും സീറോ ആയിരിക്കണം. അങ്ങനെയേ നാച്ചുറൽ ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്സ് ആണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിനാണ് ഇത് ആവശ്യം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 121 സ്ക്വയർ. ഇതിനകത്ത് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ചെയ്തോളാം അല്ലെ? സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ റൂട്ട്. ഉത്തരം എത്രയായിരിക്കും? 121 ആയിരിക്കും അല്ലെ? ഇനി sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x ആണ്. cos x ന്റെ ഇന്റഗ്രൽ എന്താ? sin x പ്ലസ് c ആണ്. c ആഡ് ചെയ്തില്ല, sin x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് d by dx of sin x എന്തായിരിക്കും? d by dx of sin x എന്ന് പറഞ്ഞാൽ cos x ആണ്. അതായത് ഇന്റഗ്രൽ ഓഫ് cos x ആണ്. ഇന്റഗ്രൽ ഓഫ് cos x പിന്നെയും sin x ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോ ഇന്റഗ്രൽ ഓഫ് d by dx of sin x equal to sin x. അതായത് ഇന്റഗ്രലും ഡെറിവേറ്റീവും ഓപ്പോസിറ്റ് സ്ഥാനങ്ങളാണ്. രണ്ട് വിത്ത് റെസ്പെക്ട് ടു dx ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വേരിയബിളും ഡെറിവേറ്റ് ചെയ്യുന്ന വേരിയബിളും സെയിം ആണെന്നെങ്കിൽ നമുക്ക് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇന്റഗ്രേഷനും ഡെറിവേറ്റീവും ക്യാൻസൽ ചെയ്ത് കളയാം. sin x ഇന്റഗ്രേഷനും ഡെറിവേറ്റീവും ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോ tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് tan inverse x എന്താണ്? 1/1 plus x square ആണ്. ഇതിന്റെ ഇന്റഗ്രൽ എന്താ? 1/1 plus x square ഇന്റഗ്രൽ എന്താ? അതാണ് tan inverse x അല്ല. അപ്പോ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. അപ്പൊ രണ്ടും ഒപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ
ഡെറിവേറ്റീവിനെ ഇന്റഗ്രലിനെയും പരസ്പരം ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്തമാറ്റിക്സിൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇങ്ങനെയാണ് പറയാം, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഈക്വൽ ടു ഇന്റഗ്രലും ഡെറിവേറ്റീവും ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ എന്ത് കിട്ടും? ഉത്തരം എഫ് ഓഫ് എക്സ് ഉത്തരം കിട്ടും. ഇനി ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരുന്നെങ്കിൽ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾ എ ടു ബി എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇതാണ് എന്റെ ഇന്റഗ്രൽ എന്നെങ്കിൽ എനിക്കറിയാം ഇന്റഗ്രലും ഡെറിവേറ്റീവും കൂടി ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ എന്താ ഉത്തരം കിട്ടുക? എഫ് ഓഫ് എക്സ് ആണ് കിട്ടുക. പക്ഷേ ലിമിറ്റ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് നിങ്ങൾ കൊടുക്കണം ഫ്രം എ ടു ബി. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ നിങ്ങൾ ലിമിറ്റ് കൊടുക്കണം. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ്. ഇത് വളരെ സിമ്പിൾ ആയ കാര്യം, പക്ഷെ ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കാൽക്കുലസിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്നാണ് ഇതിനെ പറയാം, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഇപ്പൊ വി ഓഫ് ബി മൈനസ് വി ഓഫ് എ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് ബി ഡാഷ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ചെയ്താൽ മതി, അല്ലേ? ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്ത് പോവും. വി ഓഫ് എക്സ് ഉത്തരം കിട്ടും. ബി ടു എ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഓക്കെ. ഇനി വേറൊരു കാര്യം ഓർമ്മയിൽ വേണം, നിങ്ങൾക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ ആവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരു സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഒരു സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അപ്പൊ ഇതെന്തായിരിക്കും? അപ്പോ നിങ്ങൾക്കറിയാം ഇത് സൈൻ എക്സ് ആയിരിക്കും. ഇത് സൈൻ എക്സ് തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. അത് വേണമെങ്കിൽ സൈൻ എക്സ് പ്ലസ് 1 ആവാം. എക്സിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിലെ ടൈമിനെ മാത്രമേ കാണൂ. മറ്റുള്ള ആൾക്കാരെ കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയിട്ട് കളയും, അല്ലെ? അപ്പൊ ഇതിന് തന്നെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിനെ കാണും, കോസ് എക്സ് തരും. പിന്നെ 1നെ ഡെറിവേറ്റ് ചെയ്യും, പക്ഷെ കോൺസ്റ്റന്റ് ആണ്. ഇതിൽ എക്സ് ഇല്ല, അതുകൊണ്ട് 0 ആയിട്ട് വരും. സൈൻ എക്സ് പ്ലസ് 1 തന്നെ കാണുന്നില്ല. സൈൻ എക്സ് പ്ലസ് 20 30 40 ഇഷ്ടമുള്ള നമ്പർ ഒക്കെ കൊടുക്കാം. വേണമെങ്കിൽ 1 കോടി 2 കോടി നിങ്ങൾക്ക് അത്ര നമ്പറുകൾ കൊടുക്കാം. ഗോന ഗീവ് ദ സെയിം റിസൾട്ട്. ഇനിയിപ്പോ സൈൻ എക്സ് പ്ലസ് വൈ വേണമെങ്കിൽ കൊടുക്കാം. ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വൈയിൽ എക്സ് ഇല്ല, അപ്പൊ അതിന് 0 ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് എത്ര കോൺസ്റ്റന്റ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം, അല്ലെ? ഒരാൾ പറയാണ് 1 പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു 10. ഇവിടെ പറയുന്ന ഉത്തരത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾ പറയുന്ന ഉത്തരം 9 ആയിരിക്കും. എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം പറയാനുണ്ടാവും. അതുകൊണ്ട് നമ്മളിതിനെ യൂണീക്ക് എന്ന് പറയാം. ഇത് യൂണീക്ക് ആണ്. ഈ ഒരു ഉത്തരം യൂണീക്ക് ആണ്. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടും. പക്ഷെ ഇത് യൂണീക്ക് അല്ല. പലർക്കും പല ഉത്തരം കിട്ടും. അവരിഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും ഉത്തരം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സാധനം യൂണീക്ക് അല്ല. ഇറ്റ്സ് നോട്ട് യൂണീക്ക്. അത് യൂണീക്ക് അല്ല. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ശരി, താങ്ക് യു.